ലോറി ഉടമയായ മനാഫ് തത്സമയം ചേരുകയാണ് ഷിരൂരിൽ നിന്ന്. മനാഫ്, ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ രീതിയിൽ തന്നെ വെള്ളിയാഴ്ച നടക്കും എന്നാണല്ലോ ഇപ്പോൾ MLA പറയുന്നത്. ഇങ്ങനെ ഉള്ള തെരച്ചിൽ കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുവാനുള്ള സാധ്യതയുണ്ടോ? ഇന്നിപ്പം തെരച്ചിൽ നടത്തിയത് ടൈം ഒരുപാട് നേരം വൈകിട്ട് തന്നെയാണ് ഇന്നത്തെ തെരച്ചിലുണ്ടായത്. തെരച്ചില് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഒരു വലിയ പ്രധാന ഘടകമാണ്. ഇവർ ഡൈവേഴ്സ് ഇപ്പോഴും വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നും നോക്കാതാണ് ഡൈവ് ചെയ്യണമെങ്കിലും കുറച്ചും കൂടി എളുപ്പം രാവിലെ നേരത്തെ തെരച്ചിൽ തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്. വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് വെള്ളം കയറുന്ന ടൈമിനാണ് തെരച്ചിൽ തുടങ്ങിയത്. അത് എന്ത് പറ്റിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ഏകോപനക്കുറവിന്റെ അതാണോ പ്രശ്നമായത്? അതെ, അത് ഇന്ന് ഇപ്പോൾ ആ ഏകോപനം ഉണ്ടായത് ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽക്കാണ്. അതന്നെ ആ ഏകോപനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ആ കയറ് കണ്ടെത്താൻ കഴിഞ്ഞ്. പിന്നെ ഇപ്പം ഡൈവ് ചെയ്ത ഇന്നത്തെ ദിവസം കുറേ ലോറിൻ്റെ ഭാഗങ്ങൾ, ഞങ്ങളെ ലോറിൻ്റെ അല്ലെങ്കിലും ലോറിൻ്റെ ഭാഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ തുടങ്ങി. ഇനി ഓർക്ക് എന്തായാലും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റൂല. ഇനി തെരച്ചിലിൽ ഓർക്ക് നിർബന്ധമായിട്ടും ഇനി തെരഞ്ഞു തന്നേ മതിയാവും. ആദ്യത്തെ ഈ അപകടം നടന്ന് 4 ദിവസം ഞങ്ങളെ ലോറി അവിടെ ഇല്ല എന്ന് പറഞ്ഞ ആളുകളായിരുന്നു. 4 ദിവസത്തിന് ശേഷം രാത്രി 10:30 മണിക്കാണ് FIR പോലും ഇടാൻ തയ്യാറായത്. അവിടുന്ന് തുടങ്ങിയ ഒരു എന്താ പറയുക പോരാട്ടമാണ് ഇപ്പം അവസാനം ഈ ഒരു സ്ഥിതിയിൽ എത്തിക്കുന്നത്. ഇപ്പോഴാണ് ഇതൊരു റൈറ്റ് ട്രാക്കിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൈറ്റ് ട്രാക്കിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മാറി മറിയും. അതുകൊണ്ട് ഉള്ളിലൊരു ഭയം ഉണ്ടേനു. അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇനി അവർക്ക് എന്തായാലും ഇത് തെരച്ചിൽ നടത്തി തന്നേ മതിയാകൂ എന്ന്. അങ്ങനെ പിന്മാറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നോ? ഈ തെരച്ചിൽ വേണ്ടെന്ന് വെക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നോ? പിന്നെ തെരച്ചിൽ ഞാൻ ഈ രൂപത്തിൽ തിരയാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ഇനിയോ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം അത്ര സീരിയസ് ആയി ഏറ്റെടുത്ത്, അതിന് കാരണം കേരളത്തിലെ ജനങ്ങളാണ്. സംഭവം ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാവും, ഒരു അർജുനു വേണ്ടിയിട്ട് ഇത്രയും പൈസ ചെലവാക്കണ്, അല്ലെങ്കിൽ ഇത്രയും സമയം മറ്റുള്ളവരിത് ഇതാക്കണ്, അങ്ങനെ പല കുറ്റങ്ങളും ആർക്കും പറയാൻ ഉണ്ടാവും. ഞാൻ പറയണത് ഒരിക്കലും ഒരു അർജുനു വേണ്ടിയിട്ടല്ല. ഇത് ഒരു മനുഷ്യന്റെ സ്വാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഒരാള് നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് 100 ആൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒക്കെ ഒന്ന് തന്നെയാണ്. ഒരു വീട്ടിൽ ആ വീട്ടിൽ നഷ്ടപ്പെടുന്ന ആ വീട്ടുകാർക്കേ അറിയുള്ളൂ അതിൻ്റെ വിഷമം എത്ര ഉണ്ടാവും എന്നുള്ളത്. നമ്മൾക്ക് അർജുൻ എന്നുള്ളതിന് ഒരു മലയാളീൻ്റെ അഭിമാന പ്രശ്നമായി മാറി ഈ വിഷയം. കാരണം ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരെ ഉന്തും തള്ളും ഒക്കെ നടന്ന് എന്താണ് ഇത്രയൊക്കെ മൂടി വെക്കാനുള്ളത്? ആ വണ്ടി പുറത്തെത്തുന്നതോടുകൂടി അതിനൊക്കെ ഉള്ള ഉത്തരം വരും. എത്ര ആയാലും ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ, സത്യം എന്നായാലും പുറത്തു വരും എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഈ വിഷയത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. എന്തായാലും അത് സത്യം എന്തായാലും പുറത്തു വരും. അല്ല, അങ്ങനെ ഒരു തെരച്ചിലൊരു മെല്ലെപ്പോക്ക് കാണുന്നുണ്ടോ മനാഫ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വേണമായിരുന്നുവെങ്കിൽ ഈ ഡ്രഡ്ജറൊക്കെ അവിടെ എത്തിക്കാമായിരുന്നു. അപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഇതൊരു അനുകൂല സമയമാണല്ലോ, അത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അതിലൊരു വൈകിപ്പിക്കൽ ഉണ്ടായത് ഏത് ഭാഗത്തു നിന്നാണ്? ഈ ജില്ലാ ഭരണകൂടമാണോ ഇത് താല്പര്യം കാണിക്കാത്തത്? എന്ന് പറയുമ്പോൾ കർണാടക സർക്കാർ തന്നെയാണല്ലോ. ഇപ്പോൾ കാർവാർ MLA എപ്പോഴും മുന്നിലുള്ളത് കാണുന്നുണ്ട്. അദ്ദേഹം മാത്രം സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളോ ഇപ്പോൾ? ആ മനുഷ്യന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് പണം വരെ ചെലവാക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് തന്നെ ആ ബാർജ് കൊണ്ടുവരുന്ന വിഷയത്തിൽ MLA പറഞ്ഞ് 25 ലക്ഷം റുപ്യ ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ ചെലവാക്കിക്കോളാം. അത്ര പറഞ്ഞതിന് ശേഷമാണ് കളക്ടർ
50 ലക്ഷം റുപ്യോളം അനുവദിച്ചു കൊടുത്തത്. അതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക നിരന്തരം ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സീരിയസ് ഇല്ലാതെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് അവരെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ്. പക്ഷേ ഇതൊക്കെ മുന്നേ ആവാം. ഇത്രയൊക്കെ വിവാദങ്ങളും ഇത്രയൊക്കെ സമയം നീട്ടിക്കൊണ്ടുപോകലൊന്നും ആവശ്യമില്ല ഇനിയും. അല്ല, ഇപ്പോൾ ഈ ഈശ്വർ മൽപ്പെ എന്നയാൾ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് വന്നിട്ടും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഇതിൽ ഇടപെടിക്കാൻ അതിന് ഒരു താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടോ? ആദ്യ സമയങ്ങളിൽ ഈ കുത്തൊഴുക്കുള്ള സമയത്ത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് കർണാടകൻ്റെ ഭാഗത്തുനിന്ന് അവരെ സ്വന്തം കർണാടകക്കാരനായ ഒരാളെ കൊണ്ട് ഡൈവ് ചെയ്യിച്ചിട്ടാണ് 2 ദിവസം ഒരു പിടിച്ചു നിന്നത്. അതിനുശേഷമാണ് ഒഴുക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഈ ഒഴുക്ക് കുറയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിവെച്ചത്. ഇത് അത്ര കുത്തൊഴുക്കിൽ ഡൈവ് ചെയ്ത ഈശ്വർ മൽപ്പനെ പിന്നെ നല്ലൊരു സാഹചര്യത്തിൽ ഇവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. പക്ഷെ അതേ ഈശ്വർ മൽപ്പനെ ഇവിടെ കാർവാർ MLA ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇറങ്ങാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ മൊത്തം എന്താ പറയുക ഈ ഡൈവിങ് കാര്യങ്ങളും ഒക്കെ ഈശ്വർ മൽപ്പെ, അതേമാതിരി നേവിയാണ് ഇപ്പോൾ ഇതിൻ്റെ കയറ് കണ്ടുപിടിച്ചത്. നേവി ഇതുവരെ പ്രവർത്തിച്ച മാതിരിയല്ല ഇപ്പം നേവിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ അവർക്ക് ദിശാബോധം വന്നിക്കണ്, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിക്കണ്. മറ്റേത് മിഷനറികളൊക്കെ ഞാൻ ഈ ഇൻസിഡൻറ്റിൽ കാണുന്നത് പല മിഷനറികളും ഈ ഒരു ദുരന്ത സമയത്ത് ഫെയിലാണ്. ഇവിടെ മാൻ പവറിനും മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞതെന്നാണ്. ഇപ്പം കണ്ടുപിടിച്ച പല മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ നിന്നല്ല ശരിക്ക് ഇപ്പം ഈ ലോറി വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് ഇവർ. SP പറഞ്ഞ സ്ഥലം ശരിയാണെന്നുണ്ടെങ്കിൽ കയറിൻ്റെ അടിയിൽ മരമുണ്ട്, മലൻ്റെ മേലെ നിന്ന് ഒഴുകി വന്ന മരമുണ്ട്, അതിൻ്റെ താഴെ ഈ ലോറിയിലുള്ള മരമുണ്ട്, അതിൻ്റെയും താഴെ ചളിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് ഈ ലോറി ഉള്ളത്. ഇതിപ്പം കണ്ടുപിടിച്ചത്. ഇതിലെ ഏറ്റവും ഒരു പ്രധാന കാര്യം, നമ്മൾ മിഷനറികളൊന്നും അക്യൂർ അല്ല, ഒരു കൃത്യമായിട്ടൊരു ഇത് തരൂല എന്ന് മനസ്സിലായി. ഇപ്പോൾ ഞാൻ അല്പം മുമ്പ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആ 1, 2, 3, 4 സ്പോട്ടുകളിൽ 4ാമത്തെ സ്പോട്ടിലാണോ അവർ മുങ്ങൽ നടത്തിയത് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. അവിടെയാണ് അദ്ദേഹം ശ്രദ്ധ ചെലുത്തുന്നത്, അവിടെ തന്നെ ലോറി ഉണ്ട് എന്നാണ്. ശരിയാണോ? താങ്കൾ ഈ പറഞ്ഞ സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇന്ദ്രബാലൻ ചൂണ്ടിക്കാണിച്ച ഐബോർഡ് പരിശോധന നടത്തി 4ാമത്തെ സ്പോട്ടായി അടയാളപ്പെടുത്തിയ അതേ സ്ഥലമാണോ? അതിനെപ്പറ്റി അറിയില്ല. അവിടുന്ന് ഈ SP പറയണത് കേട്ട് ഈ സ്പോട്ട് നമ്മളത് വന്നില്ല, അതാണ് ഇവിടേക്ക് ശ്രദ്ധിക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഇന്ദ്രപാൽ സാറിൻ്റെ സ്പോട്ട് ഏതാണെന്നുള്ളത് കൂടുതൽ അറിയില്ല. അത് മൺകൂനയോട് ചേർന്നുള്ള, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന മൺകൂനയോട് ചേർന്നുള്ള ഭാഗമാണല്ലോ. അതെ അതെ. അവിടെയും ഇപ്പൊ ഉള്ളത് ലക്ഷ്മൺ നായിക്കിന്റെ ചായക്കടന്റെ പിന്നിലാണ്, എക്സാക്ട് പിന്നിലാണ് ഈ വണ്ടി കിടക്കുന്നത്. വെള്ളത്തിന്റെ ആഴം 25 അടി to 30 അടി താഴ്ചയിലാണ് വെള്ളം തന്നെ ഉള്ളത്. അതിൻ്റെ താഴെയാണ് മറ്റു സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് ചളിയൊക്കെ നീക്കി കഴിയുമ്പോൾ ഉണ്ടാകാം ഇല്ലേ, കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ താങ്കൾക്കുണ്ട്. അപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിൽ എന്താണ് ഇത്ര തടസ്സം വന്നത്? എന്താണ് കേരളത്തിനെതിരെ ഈ കാർവാർ MLA തുടർച്ചയായിട്ട് വിമർശനങ്ങൾ പറഞ്ഞത്? ഇന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേരളം ഇക്കാര്യത്തിൽ സഹകരിച്ചില്ല എന്ന്. അതൊരു എന്താണ്, ഈ കമ്മ്യൂണിക്കേഷനിൽ വന്ന ഒരു പ്രശ്നമാണോ? ആണെന്ന് തോന്നുന്നില്ല. ഡ്രഡ്ജർ, കേരളത്തിൻ്റെ ഡ്രഡ്ജർ ഇവിടത്തേക്ക് ഒരു പരിധി വരെയൊക്കെ സൂട്ടബിൾ ആയിരുന്നു. പക്ഷേ ഇത്ര ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈവർ
അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് സുഖമില്ല എന്നുള്ളതാണ് കിട്ടിയ വിവരം. അതിന് പകരം കേരളത്തിൽ അതേ മെഷീന് ഓപ്പറേറ്റ് ചെയ്യാൻ വേറെയും പല ആളുകളുണ്ടല്ലോ. ആ ആളുകളെ വെച്ചിട്ട് അത് ചെയ്യായിരുന്നു. പായൽ നീക്കണതാണെന്നാണ് പറഞ്ഞത്. ആ ഡ്രഡ്ജർ പായൽ നീക്കാൻ മാത്രമല്ല, അതിന്റെ ബക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ അവരെ കയ്യിൽ തന്നെ ബക്കറ്റ് ഉണ്ട് മണ്ണ് നീക്കാൻ പറ്റിയ. ആ മണ്ണ് നീക്കണ ബക്കറ്റ് അതിൽ ഫിറ്റ് ചെയ്താൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മളെ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് അതെങ്കിലും ചെയ്യേണ്ടിയിരുന്നു എന്നാണ് MLA പറഞ്ഞത്. അത് എന്ത് പറ്റി അത് പിന്നെ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം? താങ്കൾ ആരോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അത് ചെയ്യാൻ പറ്റും, ഈ ഡ്രഡ്ജർ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചാൽ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ പറ്റുമെന്ന്? അതിന്റെ ഓപ്പറേറ്റർ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു അത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് സുഖമില്ലെങ്കിൽ വേറെ ആളുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഞങ്ങൾ വരാനും തയ്യാറായിരുന്നു. പക്ഷേ ബാക്കിയൊക്കെ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ തലത്തിൽ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള അറിയില്ല. കേരളത്തിന് അത് ആ സാധനം കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളതാണെങ്കിൽ ഒരു മലയാളി അന്യ സംസ്ഥാനത്ത് കുടുങ്ങിയാലും ആ സാധനം വിട്ടു തരണം, ആ സാധനം ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇത്രയും നല്ല കാര്യങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് വന്നിട്ട് ഈ ഒരൊറ്റ കാര്യത്തിലാണ് MLA പിടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിനൊരു വഴി നമ്മൾ കൊടുക്കരുതായിരുന്നു, നമ്മൾ തന്നെ കൊണ്ടുവരണ്ടീനു. അതൊക്കെ ഇന്ന് സത്യത്തിൽ ഈ നേവിക്കായാലും മറ്റുള്ളവർക്കും അതൊരു ഉപകാരമാവുകയും അതേമാതിരി തന്നെ ഉപകാരമാവേണ്ടിയ വേറൊരു സാധനമാണ് സാധാ ക്രെയിന്, അല്ല ഹെവി ക്രെയിന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അടിയിൽ മൊത്തം മരങ്ങളാണുള്ളത്. ഡൈവ് ചെയ്ത ആളുകൾ നേരിട്ട് പറഞ്ഞതാണ് ഈ മരങ്ങളുടെ അടിയിൽ ചില്ലകൾക്കുള്ളിൽ മനുഷ്യ ശരീരം ഉണ്ടെങ്കിൽ പോലും അവിടെ കുടുങ്ങിക്കിടക്കും. ഈ മരം എടുക്കുന്നതിൻ്റെ കൂടെ അതും പുറത്തേക്ക് വരും. അതായത് ഇവിടെ ഉള്ള ലോക്കൽ രണ്ടാളുകൾ വേറെ ആ ലക്ഷ്മൺ നായിക്കിൻ്റെ കടയിലുള്ള ലക്ഷ്മൺ നായിക്കിൻ്റെ ജ്യേഷ്ഠനും ലക്ഷ്മൺ നായിക്കിൻ്റെ ജോലിക്കാരനും ഇപ്പോഴും കാണാനില്ല. അവർക്ക് അതിൻ്റെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും ഈ ചിലപ്പം ഈ ശരീരങ്ങൾ മരത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലോ എന്നുള്ളത് ഡൈവേഴ്സിൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം എല്ലാത്തിനും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി നമുക്ക് പലതും ചെയ്യാമായിരുന്നു. അതൊക്കെ എന്താ പറയുക, മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ ടൈം ഇത്ര ആവശ്യമില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് എവിടെയെങ്കിലും എത്തുമ്പോഴാണ് അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കണുള്ളൂ. അത് കുറേ സമയം വെറുതെ പോകുന്നുണ്ടെന്നുള്ളൂ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഈ കയർ കിട്ടിയല്ലോ, ആ കയർ കിട്ടിയ സ്ഥലത്ത് തന്നെ ലോറി ഉണ്ട്, ഇതാണിപ്പോൾ താങ്കളുടെയും വിശ്വാസമില്ല? ഇത് തന്നെയാണല്ലോ ഈശ്വർ മൽപ്പയും പറയുന്നത്, ആ ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകാമെന്ന്. ഈ കയർ എന്തായാലും ലോറിയുടെ തന്നെയാണ്, ലോറിയിൽ കെട്ടിയിരുന്നതാണ് എന്ന കാര്യം ഉറപ്പാണല്ലോ അല്ലേ? 100% നമ്മളെ കയറാണ്. അത് കയറിൻ്റെ തന്നെ വലിയൊരു കഥ ഉണ്ട്. ഈ കയറിൻ്റെ കുറച്ച് മുന്നേ സ്റ്റാർട്ടിങ്ങിൽ ഈ ലോറി എടുത്തപ്പോൾ ഇതിനേക്കാളും വണ്ണുള്ള കയറായിരുന്നു അർജുന് വാങ്ങിക്കൊടുത്തിട്ട് പിന്നീട് എപ്പോഴും പരാതിയായിരുന്നു, വണ്ണം കൂടിയ കയറായതുകൊണ്ട് നമുക്ക് കെട്ടാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഈ കയറ് മാറ്റിത്തരുന്ന അർജുന എപ്പോഴും പറയുന്നതാണ്. അങ്ങനെയാണ് അവസാനം പിന്നെ കയറ് കുറച്ച് വണ്ണം കുറവാക്കിയിട്ട് ഓനക്ക് വാങ്ങിക്കൊടുത്തത്. അതന്നെ വാങ്ങിക്കൊടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ണുള്ള കയറ് നമ്മളെ വീട്ടിൽ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞ് ഇതായിട്ട് ലോഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് വനഫ്ക എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ കയറ് വേറെ മാറ്റി കൊടുത്തത്. പിന്നെ എല്ലാ വണ്ടിക്കും ആ ടൈപ്പ് കയറാണ്. അത് നമ്മൾ കണ്ടുകൂട്ടിയിട്ട് പിടിച്ചാൽ പോലും നമുക്ക് മനസ്സിലാവും കയറ് നമ്മളതാണെന്നുള്ളത്. അതിലൊന്നും ഒരു സംശയമില്ല. അപ്പൊ ഈ കയറ് കിട്ടിയ ആ ഭാഗത്ത് ലോറി ഉണ്ട് എന്നാണ് അല്ലേ? അതാണ് SP പറയുന്നത്. ആ അത്രയും കയറുകൾ ഒരു 20-25 മീറ്റർ ചുറ്റളവിൽ മൊത്തം പരന്ന് കിടക്കുന്നുണ്ട്. അതിൽ മരങ്ങൾ കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പം ലോഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം വിദഗ്ധന്മാർ അവിടെ, ഞാൻ ആ ബോട്ടിൽ ഈ കയറുള്ള സ്ഥലത്തേക്ക് ഇന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഞാൻ പോയി അങ്ങനെ ആ ബോട്ടിലിരുന്ന് 3 ബോട്ടുകൾ അടുപ്പിച്ച് വെച്ച് എല്ലാവരും കൂടി അവിടുന്ന് ഒരു മീറ്റിംഗ് കൂടി. അതിൽ
ഒരു അഭിപ്രായം വന്നത് ഈ കയറുകളൊക്കെ നമുക്ക് വെട്ടി മുറിച്ച് ഒഴിവാക്കിക്കളാം. അങ്ങനെ ആകുമ്പോൾ വണ്ടിയിലുള്ള മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോയാൽ ലോറി തന്നെത്താലെ പൊന്തുന്ന് ഒരാൾ പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചോളം അത് അവിടെയുള്ള എല്ലാവർക്കും അതൊരു ശരിയായ ഒരു തീരുമാനമല്ല എന്ന് തോന്നിയതിനോണ്ട് അത് വേണ്ട, പിന്നീട് അത് ബുദ്ധിമുട്ടാവും. കയർ തന്നെ വെച്ചിട്ട് കയറിൻ്റെ എഡ്ജ്, അതായത് ഒരു തല ഉണ്ടാവുമല്ലോ, അത് അന്വേഷിച്ച് പോയാൽ ക്യാബിനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഓരോ പ്രതീക്ഷ. ഇതൊക്കെ SP അതേമാതിരി തന്നെ അവിടെയുള്ള ആളുകൾ ഇപ്പം രംഗത്തിറങ്ങിയിട്ട് ഒരു തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾ ഞങ്ങളതാണോ ഞങ്ങളതല്ലേ എന്നുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞങ്ങളെ സാധനങ്ങൾ മാത്രം ഞങ്ങളതാണെന്നും പറയുന്നുണ്ട്, അല്ലാത്തത് എല്ലാന്നും പറയുന്നുണ്ട് വൃത്തിയായിട്ട്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു കയറ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജാക്കി ഇന്നലെ വൈകിട്ട് കിട്ടിയിരുന്നു. ഇത് രണ്ടുമാണ് ലോറിയുടെ ഭാഗം അല്ലേ? പിന്നെ ഒരു സ്ക്രൂ കിട്ടിയത് പക്ഷേ നിങ്ങളുടെ ലോറിയുടേതല്ല. അതെ, അല്ല, ബാക്കി കിട്ടിയതൊക്കെ ടാങ്കർ ലോറീൻ്റെതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോറിയോ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടാവാം. അത് നമ്മളൊരു കൺസേൺ അല്ലാത്തതിനോണ്ട് അത് ഓരോ അന്വേഷിച്ച് കണ്ടുപിടിച്ചോട്ടെ. അത് മറ്റു വാഹനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പല പരാതികളും ഉണ്ടല്ലോ, പിന്നെ അത് നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കേണ്ട. അതുകൊണ്ട് ഞങ്ങളെ ലോറിൻ്റെത് ആകെ കിട്ടിയത് ഒരു ജാക്കിയും ഈ കയറും മാത്രമാണ്. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ പാർട്സുകളൊന്നും ഞങ്ങളത് കിട്ടാത്തത് കൊണ്ട് അധികം പരിക്കൊന്നും വണ്ടിക്ക് വരാതെ അതിൻ്റെ ക്യാബിൻ സുരക്ഷിതമായി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണേ. അപ്പം ക്യാബിൻ സുരക്ഷിതമായി ഉണ്ടായാൽ അതിൻ്റെ ഉള്ളിൽ അർജുനും വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടണേ എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അതിൻ്റെ കോലെന്നുള്ളത് പുറത്തെടുക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. പക്ഷെ ഉള്ളതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്, അവന് പോറലേൽക്കരുത് എന്നുള്ളതാണ്.